കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ മലയാളിയായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ 8ാം ദിവസത്തിലാണെന്ന്. ഗംഗാവാലി നദീതീരത്ത് നിന്നും 40 മീറ്റർ മാറി പുഴയിൽ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് നാവികസേന തെരച്ചിൽ നടത്തുന്നുണ്ട്. നദിയിൽ തെരച്ചിൽ നടത്തുന്നതിനായി കൂടുതൽ യന്ത്രങ്ങളും സാമഗ്രികളും എത്തിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ഷിരൂർ കർണാടക ടാക്സി ഡ്രൈവർമാരുടെ പ്രതിഷേധം നടക്കുകയാണ്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. സന്തോഷ് എം വിവരങ്ങളുമായി ചേരുന്നു. സന്തോഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? എന്തെങ്കിലും പ്രതീക്ഷ? അജിംഷാദ്, ഇപ്പോൾ നടക്കുന്ന തെരച്ചിൽ, അതായത് പുഴയുടെ മധ്യഭാഗത്ത് അടിഞ്ഞുകൂടിയ ഈ മണ്ണിടിച്ചിലിൽ വന്ന് മൂടപ്പെട്ട സ്ഥലത്ത്, മൺതിട്ട രൂപപ്പെട്ട സ്ഥലത്ത് റഡാർ ഉപയോഗിച്ചുകൊണ്ട് സൈന്യം തിരച്ചിൽ നടത്തുന്നുണ്ട്. അവിടെ പുഴയുടെ തീരത്ത് നിന്നും 40 മീറ്റർ മാറി ഒരു മെറ്റൽ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഒരു കടയുണ്ടായിരുന്നു, അത് ഈ മണ്ണിടിച്ചിലിൽ ഒലിച്ചു പോയതാണ്. അത് മണ്ണിടിഞ്ഞ ഭാഗത്തിൻ്റെ നേരെ മറുവശമുള്ള ഒരു സ്ഥലമാണ്. അവിടെയും ധാരാളം മണ്ണടിഞ്ഞിട്ടുണ്ട്. ആ മണ്ണ് മാറ്റിയുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. നേവിയും ആർമിയും ദുരന്ത നിവാരണ സേനയും ചേർന്നാണ് ഇപ്പോൾ ഈ മണ്ണ് മാറ്റുന്ന തിരച്ചിൽ നടത്തുന്ന പ്രവൃത്തികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ റഡാറും അതോടൊപ്പം തന്നെ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് സൈന്യം തിരച്ചിലിനായി ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ആഴത്തിൽ മണ്ണെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള തരത്തിലുള്ള ബൂം മെഷീൻ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അത് എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ആഴത്തിൽ മണ്ണെടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. ഏതായാലും നമുക്കിപ്പോൾ നേരത്തെ കേരളത്തിൽ നിന്നുള്ള MLA-മാർ സച്ചിനും അതോടൊപ്പം തന്നെ ഉൾപ്പെടെയുള്ള MLA-മാർ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഇപ്പോൾ നേരത്തെ കലക്ടറോടൊക്കെ ഉൾപ്പെടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. സച്ചിൻ ദേവും ആൻഡ്രോ ജോസഫും MLA-മാർ രണ്ടുപേരും അവിടെ സ്ഥലത്ത് സന്ദർശനം നടത്തി കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥരെല്ലാമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് രാവിലെ മുതൽക്ക് തന്നെ ഇവിടെയുണ്ട്. വസീഫ്, എങ്ങനെയാണ് ഇന്ന് രാവിലെ മുതൽക്ക് ഇവിടെ ഉണ്ട്? എന്താണ് ഇവിടുന്ന് മനസ്സിലാകുന്ന കാര്യം? ഇന്നിപ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തന നടക്കുന്നുണ്ട്. സൈന്യത്തിൻ്റെയും അതുപോലെ തന്നെ നേവിയുടെയൊക്കെ ഭാഗമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്ന രക്ഷാപ്രവർത്തകരെ അകത്ത് കയറ്റിയിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപം രാവിലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇന്ന് അവരെ ആവശ്യമില്ല, അവർ ഇവിടേക്ക് കടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണ് അധികാരികൾ സംസാരിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അത് വേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് നമ്മളൊരു പ്രതീക്ഷ ഇന്ന് കണ്ടെത്താൻ പറ്റും എന്ന് തന്നെ കണ്ട സാഹചര്യത്തിൽ ഇവിടെയുള്ള ഇന്നലെ മിനിയാന്നൊക്കെയുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഏതാണ്ട് ഇനിയൊരു അവസാന ഭാഗം എന്ന് തന്നെ പറയാം, അവിടെയാണ് ഇവരുടെ ഒരു പരിശോധന നടക്കുന്നത്. ബാക്കി ഇനി ഈ പുഴയുടെ കരഭാഗത്തുള്ള ചെറിയൊരു ഭാഗം, കരയുടെയും ഈ പുഴയുടെയും സൈഡിൽ ഒരു തെരച്ചിൽ നടക്കുന്നുണ്ട്. നല്ലൊരു മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഞങ്ങൾ ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ MLA-മാരൊക്കെ ഉണ്ട് സ്ഥലത്ത്, അവരൊക്കെ സംസാരിച്ചു. ഇപ്പോൾ സച്ചിൻ ദേവും പിന്നെ ലിൻഡോ ജോസഫും ഇപ്പോൾ കലക്ടറെ കാണാൻ വേണ്ടി പോയതാണ്. കലക്ടറെ പോയിട്ട് ഇതുമായി മുഖ്യമന്ത്രി ഏൽപ്പിച്ചത് പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനും മറ്റ് അടുത്ത ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നറിയുന്നതിന് വേണ്ടിയും അവിടെ ഒരു ചർച്ച ഉണ്ട്. അതിനു വേണ്ടി ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയതാണ്. ഏതായാലും ഇന്നത്തെ ഈ ഒരു തിരച്ചിലിൽ കേരളത്തിൽ നിന്നുള്ള ദൗത്യ സംഘങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഇന്ന് സൈന്യത്തിൻ്റെ അതോടൊപ്പം തന്നെ നേവിയുടെ അവരുടെ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ്. അതിന് കേരള ദൗത്യ സംഘത്തിൻ്റെ സന്നദ്ധ പ്രവർത്തകരുടെ സഹായം ആവശ്യമില്ല എന്നുള്ള നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചത്. ഏതായാലും ഇന്ന് ഇപ്പോൾ അവിടെ പോയിട്ടുള്ള ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ഉൾപ്പെടെയുള്ളവരും പറയുന്നത് കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. സന്തോഷം, ഇതുവരെ നാം കണ്ടതുപോലെ ഈ കരയിലെ പൂർണ്ണമായും ലോറിയില്ലെന്ന് ഉറപ്പിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. ഇനിയിപ്പോൾ പുഴയിൽ അടിഞ്ഞുകൂടിയ ആ മൺതിട്ടകളിലാണോ പരിശോധന നടക്കുന്നത്? ഇപ്പോൾ തീർച്ചയായും ഇന്നലെ ഈ കരകിടിഞ്ഞ ഭാഗത്തുള്ള തിരച്ചിൽ ഇന്നലെ തന്നെ പൂർത്തിയാക്കിയതാണ്. അവിടെയുള്ള മണ്ണെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം മണ്ണിടിഞ്ഞ് റോഡിൻ്റെ മറുഭാഗത്ത്, അതായത് ഈ നദിയുടെയും റോഡിൻ്റെയും ഇടയിലുള്ള സ്ഥലത്ത് ധാരാളം മണ്ണ് അടിഞ്ഞ് കൂടിയിട്ടുണ്ട്. അവിടെ പരിശോധന നടത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നദിയുടെ മധ്യഭാഗത്ത് ഈ മണ്ണിടിഞ്ഞ് വലിയ മൺതിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് റഡാറുകൾ ഉൾപ്പെടെ നടത്തി പരിശോധന നടത്തുന്നത്. ഒപ്പം തന്നെ ഈ മണ്ണ് ഇളക്കി നദിയിലൂടെ ഒഴുക്കിക്കളയുന്ന തരത്തിൽ
ഉള്ള പ്രവർത്തനം കൂടി അതിൻ്റെ ഭാഗമായി തന്നെ നടത്തുന്നുണ്ട്. നേരത്തെ അവിടെ സന്ദർശനം നടത്തിയ സച്ചിൻ ജോസഫും നേരത്തെ MLA മാർ അവിടെ സന്ദർശനം നടത്തിയിരുന്നു. സച്ചിൻ ദേവും ലിൻഡോ ജോസഫും സന്ദർശനം നടത്തി. കലക്ടറുമായും അതോടൊപ്പം തന്നെ കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരുമായും സൈന്യത്തിൻ്റെ ആളുകളുമായി ഉൾപ്പെടെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഏതാണ്ട് വളരെ കാര്യക്ഷമമായ രീതിയിലുള്ള തിരച്ചിൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ നടക്കുന്നുണ്ട്. പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് പ്രധാനമായി നടക്കുന്നത്. നേവി അവിടെ അത്തരത്തിലുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ ആവശ്യമുണ്ടായിരുന്നത് ഈ പറയുന്ന രീതിയിൽ മണ്ണ് മാറ്റാനുള്ള ആ തിരച്ചിലിൻ്റെ സമയത്തായിരുന്നു. ഇന്ന് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അവരെ അനുവദിക്കാത്തത് എന്നുള്ള തരത്തിൽ മറുപടി ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നും ഇപ്പോൾ ഈ പുഴയിൽ ഒരു റഡാർ സിഗ്നൽ ലഭിച്ചതിൻ്റെ ഒരു ശുഭപ്രതീക്ഷയുണ്ട്. ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. വളരെ ശ്രമകരമായ ഒരു ദുഷ്കരമായ ഒരു ജോലി തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. കാരണം ഗംഗാവാലി നദി കനത്ത മഴയിൽ നല്ല കുത്തൊഴുക്കുണ്ട്, അടിയൊഴുക്ക് ഉള്ള പുഴയാണ് ഗംഗാവാലി നദി എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്ന് വരുന്ന നിരവധി ചെറിയ പുഴകളും തോടുകളും എല്ലാം ചേർന്ന് വളരെ വിശാലമായി 200 മീറ്ററിലധികം വീതിയുള്ള വലിയ നദിയാണ്. അതോടൊപ്പം തന്നെ ആഴവുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള തിരച്ചിൽ എന്ന് പറയുന്നത് ദുഷ്കരമായ ജോലി തന്നെയാണ്. എങ്കിൽ കൂടിയും നേവിയെല്ലാം തന്നെ അത്തരത്തിലുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. പരമാവധി മണ്ണ് അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുള്ള പരിശോധന തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഡ്രോണും ഈ പറയുന്ന റഡാർ സാങ്കേതിക വിദ്യയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. സ്കൂബ ഡൈവേഴ്സ് അവരുടെ സംഘവും അവിടെ പരിശോധന നടത്തുന്നുണ്ട്. അജിംഷാ, തീർച്ചയായും. അതായത് ഈ രഞ്ജിത്ത് ഇസ്രയേൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയോ കർണാടക സർക്കാർ മറച്ചു വെക്കുന്നു, അങ്ങനെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അത് ഈ സ്വാഭാവികമായും മലയാളികളെ മാറ്റുന്നു, മലയാളി രക്ഷാപ്രവർത്തകർ വേണ്ട എന്ന ഒരു നിലപാട് കർണാടക സർക്കാർ കഴിഞ്ഞ ദിവസമൊക്കെ എടുത്തു. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മർദ്ദനം പോലും ഏൽക്കേണ്ടി വന്ന സാഹചര്യമൊക്കെ നാം കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയായി പറഞ്ഞതാണോ? എന്താണ് ഈ രഞ്ജിത്ത് ഇസ്രയേൽ ഉദ്ദേശിക്കുന്നത്? എന്താണ് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? അതായത് നമുക്ക് രഞ്ജിത്ത് രാവിലെ പറഞ്ഞത് ഈ കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരെ ഒക്കെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാത്തതിൽ ദുരൂഹതയുണ്ട് എന്ന തരത്തിലുള്ള ആരോപണമെല്ലാം ഉന്നയിച്ചിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MLA-മാർ ഇപ്പോൾ അവിടെ സന്ദർശനം നടത്തി വന്നതിന് ശേഷം, ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷം അവർ അതിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. കാരണം ഈ സൈന്യത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ടെക്നിക്കലായിട്ടുള്ള പരിശോധനയിൽ സന്നദ്ധ പ്രവർത്തകരുടെ ആവശ്യമില്ല, കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടാകുന്നത് പ്രയാസം സൃഷ്ടിക്കും എന്നുള്ളതാണ് അത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതായാലും അത് ഒരു ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ അത്തരത്തിലുള്ള വാക്കുകളെ കാണേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ പരിശോധന അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.